ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുക്രന്റെയും ബുധന്റെയും രാശിമാറ്റത്തെ കുറിച്ചാണ്. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രമായ അത് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അത് സെപ്റ്റംബർ മാസം 12-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 12-ാം തീയതി വരെയാണ് അവിടെ ആ തുലാം രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്നത്. അത് ഈ മിഥുനം രാശിക്കാർക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് ബുധൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ഉച്ചരാശിയിലേക്ക് വരുന്നത്. അത് സെപ്റ്റംബർ മാസം 23-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 9-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ അങ്ങനെ ബലവാനായിട്ട് വരും. പല വിധത്തിലും കഷ്ടതകളും നഷ്ടങ്ങളും തൊഴിൽ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വിദ്യാ തടസ്സങ്ങളും തൊഴിൽ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് വളരെ ദുഃഖ ദുരിതത്തിൽ കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ് മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും. ഇവർക്ക് ഇതൊരു ആശ്വാസമാകും. പല വിധത്തിലാണ് വിദ്യാവിജയങ്ങൾ വന്നു ചെയ്യും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുവാനും ഇൻ്റർവ്യൂവിൽ പാസ്സായി നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും യോഗമുണ്ട്. ഇതുവരെ ചെയ്തിരുന്ന ജോലിക്ക് അധ്വാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേണ്ട രീതിയിൽ വരുമാനമില്ലായിരുന്നു എന്ന് ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ബുധൻ്റെയും ശുക്രൻ്റെയും മാറ്റം കൊണ്ട് ധനാഗമനം അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി ലഭിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. സാഹിത്യകാരന്മാർക്ക് നല്ലതാണ്. പ്രസിദ്ധിയും പ്രശസ്തിയും ധനവും വന്നു ചേരും. ചിത്രമെഴുത്ത്, സംഗീതം, മറ്റ് സാഹിത്യ രചനകൾ, കവിതാ രചനകൾ, സിനിമ, അതുപോലെ തന്നെ സീരിയൽ രംഗങ്ങൾ അഭിനയിക്കുന്നവർ, മറ്റ് അതിൻ്റെ സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ തന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവരായാലും അതിന് കൂടുതൽ അഭിവൃദ്ധികളും ഒക്കെ വന്നു ചേരും. അത് ആർക്കിടെക്റ്റേഴ്സ്, ബിൽഡേഴ്സ്, കൂടാതെ ഈ വസ്ത്രവ്യാപാര വിപണന നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട് അതിൻ്റെ കലയുമായി ബന്ധപ്പെട്ട് ഒക്കെ ചെയ്യുന്നവർ, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അതുപോലെ മറ്റ് കലയുമായി ബന്ധപ്പെട്ട അനവധിയായ ഒരു ബ്യൂട്ടീഷ്യനായാലും അവർക്ക് അതിൻ്റെതായ ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുക, ധനാഗമന യോഗം ഉണ്ടാകുക. അതായത് ബലവാനായിട്ട് നിൽക്കുന്ന ആ ബുധൻ ഈ മിഥുനം രാശിക്കാർക്ക് സുഖസ്ഥാനത്തിൻ്റെ അധിപനാണ്. അവിടെ വാഹനം വന്നു ചേരുന്നതിനോ മാതാപിതാക്കൾക്ക് കൂടുതൽ സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുന്ന, അതായത് ഈ മക്കളെ കൊണ്ടൊക്കെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ മിഥുനം രാശിക്കാരായിരിക്കുന്ന പ്രായമായ മാതാപിതാക്കൾ മക്കളോടൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ സന്ദർഭം യോഗ്യമായ സമയമാണ്. അതിന് ദൈവാനുഗ്രഹമുള്ള സമയമാണ്. അത് പ്രതിഭാസ്ഥാനമായ 5-ാമിടത്ത് കലയുടെ കാരകനായ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുമ്പോൾ കലയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ വരാം. കലയുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങളുണ്ട്. അത് എല്ലാം പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അതൊക്കെ വിജയത്തിൽ എത്തിച്ചേരും. ഈ ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് നിന്നുകൊണ്ട് 11-ാം ഭാവമായ അഭീഷ്ട കാര്യങ്ങൾ സാധിക്കുന്ന ഭാവത്തിലേക്ക് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നതിനാൽ മനസ്സിലുദ്ദേശിച്ച ദീർഘകാലമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഈ കാലയളവിൽ ഈ മിഥുനം രാശിക്കാർക്ക് നടന്നു കിട്ടുന്നതിന് യോഗമുണ്ട്. അത് പ്രധാനമായിട്ട് സ്വന്തം നാട് വിട്ട് ഒരു വിവാഹാലോചനയൊക്കെ വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിദേശത്ത് പോകുന്ന കാര്യത്തിലായാലും അഭിവൃദ്ധികൾ വന്നു ചെയ്യും. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. പുതുമയുള്ള വസ്ത്രങ്ങൾ
ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ ഒക്കെ വീട്ടമ്മമാരായിരിക്കുന്നവർക്കും കുടുംബത്തെ വന്നു ചേരുന്നതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള ഒരു സന്ദർഭമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അത് സാമ്പത്തികമായാലും വന്നു ചേരുന്നത് പാഴ് വസ്തുക്കൾ വാങ്ങിക്കാനും പാഴ് ചെലവുകളും ആയി ആഡംബരത്തിന് വേണ്ടി ചിലവഴിക്കാതെ വരും കാലങ്ങളിലെ നല്ല കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ വേണ്ട രീതിയിൽ ഒക്കെ വിനിയോഗിച്ചാൽ കൂടുതൽ സമ്പത്ത് വന്നു ചേരുകയും ഐശ്വര്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ നക്ഷത്രക്കാർ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെ ഐശ്വര്യപ്രദമാണ്. അതുപോലെ തന്നെ നാഗരാജാവിന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുക. കലഹങ്ങളൊക്കെ ഒഴിവാക്കി സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു.